കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പല നോട്ടിഫിക്കേഷനുകളും വിളിക്കുമ്പോൾ വിദ്യാർത്ഥികൾ അറിയാതെ പോകുന്നതും അഥവാ അറിഞ്ഞു കേട്ട് വരുമ്പോൾ അത് വൈകിപ്പോകുന്നതും വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇനി അത് സംഭവിച്ചൂടാ. ഇപ്പോൾ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇത് അവസാന അവസരമാണ്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വളരെ സുപ്രധാനമായ എന്തിൻ്റെ രജിസ്ട്രേഷനാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പല നോട്ടിഫിക്കേഷനുകളും വിളിക്കുമ്പോൾ അല്ലെങ്കിൽ എക്സാമുകൾ കോൾ ഫോർ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ അത് അറിയാതെ പോകുന്നൊരു പ്രശ്നം തന്നെ. അഥവാ അറിഞ്ഞു കേട്ട് വരുമ്പോൾ ഒരു ഭൂരിപക്ഷം വിദ്യാർത്ഥികൾ ഇത് അറിയുന്നില്ല. അറിഞ്ഞു കേട്ട് വരുമ്പോഴത്തേക്കും ഇതിന് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ടൈം കഴിഞ്ഞു പോകും. ഇപ്പോൾ 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ തീയതിയാണ് ഇന്ന്. ജനുവരി മാസം 20-ാം തീയതി മുതൽ 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ഫെബ്രുവരി മാസം 3-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പിഴയില്ലാതെയും വിത്തൗട്ട് ഫൈനായിട്ട് നിങ്ങൾക്ക് പിഴയില്ലാതെ ഫെബ്രുവരി മാസം 3-ാം തീയതി വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഫെബ്രുവരി മാസം 3-ാം തീയതി വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും പിഴയില്ലാതെ. ഫെബ്രുവരി മാസം 6-ാം തീയതി വരെ നിങ്ങൾക്ക് 190 രൂപ ഫൈനോട് കൂടി രജിസ്റ്റർ ചെയ്യാം. ഫെബ്രുവരി മാസം 6-ാം തീയതി വരെ. എന്നാൽ അത്രത്തോളമൊന്നും വിദ്യാർത്ഥികൾ വൈകേണ്ട ആവശ്യമില്ല. ഇന്ന് രജിസ്ട്രേഷൻ ആരംഭിച്ചതേ ഉള്ളൂ. ഈ ഫെബ്രുവരി മാസം 3-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ഫൈൻ ഇല്ലാതെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം തന്നെയാണ് ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇനി 13 ദിവസമുണ്ട്. നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. വെറുതെ ഫൈൻ അടച്ച് ഇപ്പം 3-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. വെറുതെ 190 രൂപ അധികമായിട്ട് നിങ്ങൾ കൊണ്ടുപോയി കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ് ഫെബ്രുവരി മാസം 3-ാം തീയതിക്കുള്ളിൽ ചെയ്യുന്നതാണെങ്കിൽ. ഇനി ഇത് അവസാന അവസരമാണെന്നൊരു തംബ്നെയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഇത് അവസാന അവസരമാണെന്ന് ഇട്ടതിന് 4ാം സെമസ്റ്റർ പരീക്ഷ ഇനി വിളിക്കുകയെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. 4ാം സെമസ്റ്റർ എക്സാം എന്ത് ചെയ്യും? ഇനിയും വിളിക്കും. എന്നാൽ അത് എന്ത് ചെയ്യും? അതിൻ്റെ അഡ്മിഷൻസിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യും? ചില മാറ്റങ്ങളൊക്കെ വരും. അതായത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ ഇയറിൽ ചെറിയൊരു മാറ്റം വരും. പരീക്ഷ ഇപ്പം അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ 4ാം സെമസ്റ്റർ വിളിക്കും. അതിൻ്റെ പിറ്റേ വർഷമാകുമ്പോൾ 4ാം സെമസ്റ്റർ വീണ്ടും വിളിക്കും. എന്നാൽ അഡ്മിഷൻസ് വിദ്യാർത്ഥികളുടെ അവസരങ്ങൾ എന്ത് ചെയ്യും? നഷ്ടമാകുകയാണ്. ഇപ്പോൾ ഈ വർഷം കൊണ്ട് നഷ്ടമാകാൻ പോകുന്ന അഡ്മിഷൻ ഇയറാണ് 2019 അഡ്മിഷൻ ഇയർ. ഇപ്പോൾ നിങ്ങൾ ഈ 4ാം സെമസ്റ്ററിൻ്റെ നോട്ടിഫിക്കേഷൻ എടുത്താൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് 2019 മുതൽ 2023 വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. 2019 മുതൽ 2023 വരെ അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. 2019 മുതൽ 2023 വരെ. എന്നാൽ അടുത്ത കൊല്ലത്തെ 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ 2019 നിങ്ങൾക്ക് അവിടെ കാണില്ല. പകരം 2020 മുതൽ 24 വരെ 2020 മുതൽ 24 ഇപ്പം 2019 ടു 23 ആണെങ്കിൽ അടുത്ത വർഷം അത് 2020 ടു 24 മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ പരീക്ഷ കൃത്യസമയത്ത് തന്നെ നടക്കും. പക്ഷെ എന്നാൽ അത് ഓരോ വർഷവും കഴിയുന്നോളം പല വിദ്യാർത്ഥികൾക്കും അടുത്ത വർഷമാകുമ്പോൾ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകളൊന്നും അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? യൂണിവേഴ്സിറ്റി എക്സാമുകൾ എന്ത് ചെയ്യേണ്ടി വരും? 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ, അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയൊക്കെ കോൾ ഫോർ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ 2018 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം വരെ 2018 ടു 22 എന്നായിരുന്നു. ഈ വർഷം അത് 2019 ടു 23 ആയി. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? ഇപ്പോൾ ഈ 4ാം സെമസ്റ്റർ നോട്ടിഫിക്കേഷൻ വിളിച്ചു. എന്നോട് ഒരുപാട് വിദ്യാർത്ഥികൾ വിഷമം അറിയിക്കുകയാണ്, സാർ ഞാൻ 2018 അഡ്മിഷൻ വിദ്യാർത്ഥിയാണ്, എനിക്കിതിനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അവിടെ അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അവിടെ 2019 അഡ്മിഷൻസാണ് കാണിക്കുന്നത്. അതുകൊണ്ട് 2018 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് അതിനായി പറ്റില്ല. ഇനി അടുത്ത വർഷമാകുമ്പോൾ അവരുടെ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാകും.
അത് ഉണ്ടാകാതിരിക്കണേ എന്ത് ചെയ്യണം? അവരുടെ അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകും. അത് അവരുടെ അവസ്ഥ നിങ്ങൾക്കുണ്ടാകും എന്ന് പറഞ്ഞതിന് കാര്യം അടുത്ത കൊല്ലം അവിടെ 2020 ആയിക്കഴിഞ്ഞാൽ പിന്നീട് 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷ എഴുതാൻ സാധിക്കില്ല. എന്നാൽ ഈ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 2019 അഡ്മിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിനൊക്കെ സപ്ലി ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയാണ് 2, 4, 6 സെമസ്റ്ററുകൾ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഒരു നവംബർ മാസം അല്ലെങ്കിൽ ഡിസംബർ മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും 1, 3, 5 സെമസ്റ്റർ പരീക്ഷകൾ വിളിക്കും. ഈ വർഷം കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പേപ്പറുകളും ക്ലിയർ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. ഏതെങ്കിലുമൊക്കെ സെമ്മിൽ സപ്ലി ഉണ്ടെങ്കിൽ ഈ വർഷം തന്നെ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് പറയുകയാണ് ഈ വർഷം കൊണ്ട് തന്നെ ക്ലിയർ ചെയ്ത് പോവുക. പിന്നീട് നിങ്ങൾക്ക് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതാൻ പറ്റില്ല. ഈ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിക്ക് താല്പര്യമുള്ളപ്പോഴായിരിക്കും കോൾ ഫോർ ചെയ്യുക. അതിന് കൃത്യമായ ഡേറ്റോ ടൈമോ ഒന്നും കാണില്ല. അതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതെങ്കിലും പേപ്പറൊക്കെ ക്ലിയർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തവണ കൊണ്ട് തന്നെ ക്ലിയർ ചെയ്ത് പോവുക. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പോൾ വരുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കരീർ, ദ ഫൗണ്ടർ ഓഫ് കരീർ ഫോർട്ട്, the career guide, and thanks for watching. Bye.